പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മനോഹരമായ ഈ ഒരു ആരാധന കർത്താവ് ഇന്ന് ഈ രാത്രി നമുക്കായിട്ട് ഒരുക്കിയത് കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കൂടി വന്നു. കർത്താവിനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, കർത്താവിൽ നിന്ന് വിടുതലുകൾ ഏറ്റെടുക്കുന്നു. ഇന്ന് ഈ രാത്രിയിലും കർത്താവിൽ നിന്ന് ഒരു പുതിയ ദൈവിക വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവരുടെ ആ മാത്രം കരങ്ങൾ ഉയർന്നു കാണട്ടെ. ഒരു ഹാലേലൂയോടെ ഒന്ന് പറഞ്ഞാട്ടെ. ഓക്കെ, ഗുഡ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ പകലിലും രാത്രിയിലും ഈ സഭയിൽ വന്ന് ശുശ്രൂഷിപ്പാൻ എന്നെ ഇവിടേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ അഭിഷേകത്തിനും കുടുംബത്തിനും ഞാൻ നന്ദി പറയുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ സഭയ്ക്കകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. സഭയ്ക്ക് സ്നേഹവന്ദനം ചൊല്ലുന്നു. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെയാണോ ഈ രാത്രി ഇതിനകത്തിരിക്കുന്നത്? ആണോ അല്ലയോ? അതെ. പകുതി പേർ പകുതി സന്തോഷത്തിലും, പകുതി പേർ മുഴുവൻ സന്തോഷത്തിലും, പകുതി പേർ പരാതിയോടും ദൈവസന്നിധിയിൽ ഇരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. ഇന്ന് ഈ രാത്രിയിൽ സന്തോഷത്തോടെ ഇരിക്കുന്നവർക്ക് വീണ്ടും സന്തോഷിപ്പാൻ, സങ്കടത്തോടെ ഇരിക്കുന്നവർക്ക് ഒന്നുകൂടെ ഒരു സന്തോഷം അറിയാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ചിന്ത, ചെറിയ ദൂത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും, ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ളതായിരിക്കും. ഒരു ഭാഗം ഞാനൊന്ന് ചിന്താവിഷയമായിട്ട്, ചിന്തയ്ക്കായിട്ട് ഒന്നെടുത്ത് വായിച്ച് അതിൽ നിന്ന് വലിയ പ്രസംഗമൊന്നുമല്ല, കർത്താവ് തരുന്ന ചില ദൂതുകൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈ രാത്രി ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുകയാണെങ്കിൽ ഒരു ദൂതെങ്കിലും നിങ്ങളെ തൊടാതെ ഇരിക്കത്തില്ല. കേട്ടില്ല? നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുന്നെങ്കിൽ ഒരു ദൂതെങ്കിലും നിങ്ങളെ തൊടും. ഒരു ദൂതെങ്കിലും. ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ പോകുന്ന ഈ സമയം മുതൽ അവസാനം നമ്മൾ ആശീർവാദം പറയുന്നത് വരെ അതിനകത്ത് ഒരു ദൂതെങ്കിലും. കാരണം ദൈവസന്നിധിയിൽ ഒരു വ്യക്തിയെ ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്താൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ നാം ആരും ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വരുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്താൽ ആകർഷിക്കപ്പെട്ട് ഇതിനകത്ത് വന്നിട്ടുള്ളവരാണ് നാം എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മളോട് ഹൃദ്യമായി കർത്താവ് സംസാരിക്കും. ചിലപ്പോഴൊക്കെ കർത്താവ് നമ്മളെ വശീകരിച്ചു കൊണ്ടുപോയി മരുഭൂമിയിൽ കൊണ്ടുപോയി സംസാരിക്കും. കിട്ടുന്നില്ല. ചിലപ്പോഴൊക്കെ കർത്താവ് നമ്മളെ ദ്വീപിനകത്ത് കൊണ്ടുപോയി സംസാരിപ്പിക്കും. ചിലപ്പോഴൊക്കെ കർത്താവ് ആരും സഹായമില്ലാത്ത സാഹചര്യങ്ങളിൽ കൊണ്ടു നിർത്തി സംസാരിപ്പിക്കും. ചിലപ്പോഴൊക്കെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് ദൈവിക ആലയത്തിനകത്ത് സംസാരിക്കും. ഇന്ന് രാത്രിയിൽ ദൈവിക ആലയത്തിനകത്തിരിക്കുമ്പോൾ വിവിധ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സന്ദർഭങ്ങൾക്കകത്തളത്തിൽ വച്ച് കർത്താവ് നിങ്ങളോട് ഈ രാത്രി വ്യക്തിപരമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് പ്രസംഗത്തിൽ ഒന്നും കിട്ടിയില്ലേലും ഭാരപ്പെടേണ്ട. ശുശ്രൂഷയിൽ ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളെ തൊട്ടാൽ നിങ്ങളുടെ ആത്മാവുമായി ദൈവിക ബന്ധം, ആ ഒരു ദൈവിക ശബ്ദം നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടും. പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ആഗ്രഹിക്കാൻ തയ്യാറാണോ? ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഞാൻ വചന ശുശ്രൂഷയിൽ ആ കുറിവാക്യം ഒന്ന് എടുത്ത് വായിക്കുന്നതിന് തൊട്ട് മുമ്പ് ദൈവത്തോട് നമ്മൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, ഈ രാത്രിയിൽ ഉപവാസത്തിന്റെ 3-ാമത്തെ രാത്രിയാണ്. ഈ രാത്രിയിൽ പരിശുദ്ധ ആത്മാവിന്റെ ശബ്ദമാണ് കേൾപ്പിക്കേണ്ടത്. അതുകൊണ്ട് ആഗ്രഹിക്കുന്നവർ മാത്രം ഒന്നൊന്ന് കണ്ണുകൾ അടച്ചാട്ടെ, ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞാട്ടെ, ദൈവമേ ഈ രാത്രിയിൽ എന്നോട് ഹൃദ്യമായി സംസാരിക്കണം. അതരങ്ങളൊന്ന് തുറന്നാട്ടെ, കണ്ണുകളെല്ലാം അടച്ചാട്ടെ, ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സമയം ഭാരത്തോടിരിക്കുന്നവർ അവരവരുടെ ഭാരങ്ങളെല്ലാം അല്പസമയം ഒന്ന് മറന്നേച്ച് ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഭാരങ്ങളൊന്ന് ഇറക്കി വച്ചേച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ ശബ്ദം എന്നെ കേൾപ്പിക്കണം. ആത്മാർത്ഥമായ അതരങ്ങളെ തുറന്നാട്ടെ, ആത്മാർത്ഥമായ അതരങ്ങൾ തുറന്നാട്ടെ, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ അപ്പനേക്കാളും അധികം സ്നേഹിക്കുന്ന, നിങ്ങളുടെ അമ്മയെക്കാളും അധികം സ്നേഹിക്കുന്ന, നിങ്ങളുടെ ലോകത്തിലെ സകല മനുഷ്യരെക്കാളും അധികം 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 നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു സ്വർഗത്തിലെ പിതാവിന്റെ അടുക്കൽ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന ബോധ്യം ഈ രാത്രി നിങ്ങൾക്കുണ്ടെങ്കിൽ അതരങ്ങൾ തുറന്ന് ഇന്ന് രാത്രി എല്ലാവരോടും കൈയടിക്കാൻ ഞാൻ നിർബന്ധിക്കത്തില്ല, എല്ലാവരോടും വാതുറന്ന് സ്തുതിക്കാൻ ഞാൻ നിർബന്ധിക്കത്തില്ല. കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതരങ്ങൾ തുറക്കാം. കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ വായ്കൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. അതരങ്ങളെ തുറക്കാൻ ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ അതരങ്ങളെ തുറന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ.
എനിവേ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞവർക്ക് വേണ്ടി കർത്താവിന്റെ സ്നേഹം ഇന്ന് രാത്രി ഒരിക്കൽ കൂടി വെളിപ്പെട്ടു വരുന്നു. ഈ പ്രാരംഭത്തിൽ തന്നെ ദൈവ സാന്നിധ്യത്തെ ഒന്ന് സ്വാഗതം ചെയ്യാം. എല്ലാ തരങ്ങളും തുറങ്ങുന്ന സ്തോത്രം പറഞ്ഞു തുടങ്ങി, ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങി, സ്വർഗത്തിൽ വരെ എത്തുന്ന രീതിയിൽ ആരാധനയുടെ ശബ്ദം ഉയരുന്ന ആ ഒരു അനുഭവം എത്തുമ്പോൾ നാം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് ചിലരെ കൊണ്ടുപോകാൻ പോകുകയാണ്. അത് നിങ്ങൾ തുറന്നു. അപ്പനും അമ്മയും വീടും ധാരാളം വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധാരാളം വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ വരെ എന്നെ ശബ്ദമിരട്ടെ. പൈതൽ പ്രായം മുതൽ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്നെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ അണിഞ്ഞെന്നെ പോറ്റിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം പിതാവില്ലാത്തോർക്കു നല്ലോരു നാഥനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും. പിതാവില്ലാത്തോർക്കു നല്ലോരു നാഥനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും. ഇതവയ്ക്കു കാന്തനും സാധുവിനപ്പവും കർത്താവത്രേ. ഇതവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കുമെല്ലാമൻ കർത്താവത്രേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ അണിഞ്ഞെന്നെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് തിരു സാന്നിധ്യത്തിലേക്ക് വരുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്ന് ഈ രാത്രി ഒരിക്കൽ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിതാവേ, അപ്പന് പുത്രനോട് കരുണ തോന്നുന്നത് പോലെ ഈ രാത്രിയിൽ സ്വർഗത്തിലെ പിതാവിന് ഞങ്ങളോട് സ്നേഹം തോന്നിയിട്ട്, ഞങ്ങളോട് കരുണ തോന്നിയിട്ട്, ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം. ചില കെട്ടുകൾ ഈ രാത്രി അഴിയപ്പെടട്ടെ, ചില പ്രതികൂലങ്ങൾ ഈ രാത്രി തകരപ്പെടട്ടെ. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ ആഴത്തിലേക്ക് ദൈവജനത്തെ ഈ രാത്രിയിൽ കർത്താവ് കൈപിടിക്കാൻ പോകുന്ന രാത്രി ആയതിനാൽ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. പുത്രനെ ഒരു രാത്രിയോട് ഉയർത്തേണ്ടതിന് അടിയൻ ആഗ്രഹമാണ്. സംസാരിക്കണം, അങ്ങ് തന്നെ ബലപ്പെടുത്തണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഉറക്കെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. കേട്ടില്ല. ഉറക്കെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ മൗനമായിരിക്കണമെന്നില്ല. ഉറക്കെ ഒരു ആമേൻ പറഞ്ഞ് റിസീവ് ചെയ്തോണം, ദൂത് സ്വീകരിച്ചോണം. കർത്താവ് നിങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ദൈവസന്നിധിയിലായിരിക്കാം. കുറിവാക്യമായി ഫിലിപ്പിയ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ച് അല്പനേരം നമ്മൾ ഒരുമിച്ച് അതിനെ ധ്യാനിച്ച വേഗത്തിൽ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. യെസ്, നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഞാൻ വായിച്ചത്.
നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗം. പല ആവർത്തി നമ്മൾ ഇതിൽ നിന്ന് പല പ്രസംഗങ്ങളും കേട്ടിട്ടുള്ളവരാണ്. പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഈ ഭാഗത്തിൽ നിന്ന് നിങ്ങൾ നന്നായിട്ട് പ്രസംഗിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെക്കാളും വചന പരിജ്ഞാനമുള്ള ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. വചനം കേൾവി 1-2 അല്ലല്ലോ, നിങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവവചനം കേൾക്കുന്നത് അനുഗ്രഹമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും എടുത്തു പറഞ്ഞാൽ വായിച്ച് കേൾക്കുന്നവനും അനുഗ്രഹിക്കപ്പെടും, വായിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടും എന്നാ. കൂടെ ഉണ്ടോ? വായിച്ച് കേൾക്കുന്നവനും വായിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടുമെന്നതാണ്. അപ്പോൾ ഒരുപോലെ അനുഗ്രഹം ആർക്കും അളവ് വയ്ക്കാതെ, പരിമിതി വയ്ക്കാതെ ഒരുപോലെ അനുഗ്രഹം കൊടുക്കുന്ന ഒരു ദൈവസാന്നിധ്യത്തിന്റെ മുമ്പിലാണ് ഈ രാത്രി നാം ആയിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രം ആ കരം തട്ടി കർത്താവിന് ഒരു മഹത്വം കൊടുത്തോട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ ശ്രദ്ധേയമായ ഒരു ലേഖനമാണ്. എഴുതുന്ന ലേഖനങ്ങളിൽ വെച്ച്, അദ്ദേഹം എഴുതിയ ലേഖനങ്ങളിൽ വെച്ച് ശ്രദ്ധേയമായ ഒരു ലേഖനമാണ് ഫിലിപ്പിയ സഭയ്ക്ക്, വിശുദ്ധന്മാർക്ക്, വിളിക്കപ്പെട്ട ദൈവജനത്തിന് ദൂതെഴുതി പറയുന്ന ഒരു ഭാഗം. നിങ്ങൾ വായിക്കുമ്പോൾ ആ 1-ാം അധ്യായം മുതൽ വായിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹം ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടിയുള്ള ഉപദേശവും ദൈവസഭയിൽ ക്രിസ്തു എങ്ങനെയാണ് എന്നതിൻ്റെ വെളിപ്പാടും ഒക്കെ, ദൈവസഭയെ കുറിച്ചുള്ള ഒരു ശരിയായ ഒരു ഉപദേശവും ഒക്കെ പൗലോസ് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സഭകളെ അദ്ദേഹം പഠിപ്പിക്കുന്നതിൽ ഉത്സാഹം കാണിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. നിങ്ങൾക്കറിയാലോ, ഒരുപാട് സഭകളുടെ സെൻട്രൽ പാസ്റ്ററായിരുന്ന, ഒരുപാട് സഭകളുടെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്ന അപ്പോസ്തലനായ പൗലോസിന് ഒരു പ്രധാന സവിശേഷത ഉണ്ടായിരുന്നു. പോകുന്നിടത്തൊക്കെയും സഭകൾ ഉളവാക്കുക മാത്രമല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. സഭകൾ തന്നിൽ കൂടി ഉളവായി വന്നിട്ടുണ്ടെങ്കിൽ ആ സഭകളുടെ ആത്മീക നിലനിൽപ്പ് എങ്ങനെയാണ് എന്ന് കൂടെ വിളിച്ചന്വേഷിക്കാനും കൂടെ ലെറ്റർ എഴുതാനും അദ്ദേഹം തയ്യാറായിരുന്നു. കൂടെ അതുവഴിയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ സഭയ്ക്കകത്ത് കയറി ആത്മീക നിലനിൽപ്പ് എങ്ങനെയാണ്, ആത്മീക അവസ്ഥ എങ്ങനെയാണ് എന്ന് അന്വേഷിക്കുന്ന ഒരു ശീലവും പൗലോസിന് ഉണ്ടായിരുന്നു. ആത്മീകരുടെ ഇടയിൽ ഉണ്ടാകുന്ന നല്ല നടപ്പാണ് പൗലോസിന്റെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ആത്മീകൻ എപ്പോഴും ആത്മീകനെ കണ്ടാൽ ആത്മീകമായ നിലനിൽപ്പ് എങ്ങനെയാണ് എന്ന് മറ്റുള്ളവനോട് ചോദിച്ചു മനസ്സിലാക്കി അവന്റെ ആത്മീകതയെ ഒന്നുകൂടെ ബലപ്പെടുത്തി നിർത്തി, ആത്മീകതയിൽ ബലപ്പെടുത്തി നിർത്തുക മാത്രമല്ല, ചിലത് ചെയ്യാൻ, പുതുതായി അഭിഷേകം അവന് പകർന്നു കൊടുക്കാൻ, ഉള്ളതിനെ കൊടുക്കാൻ ആഗ്രഹിക്കാൻ വെമ്പല് കൂട്ടുന്ന ഒരു മനുഷ്യനുമായിരിക്കും ആത്മീകൻ എന്ന് പറയുന്നത്. അത് നല്ലൊരു ക്യാരക്ടർ, നല്ലൊരു സ്വഭാവം പൗലോസിനുണ്ടായിരുന്നു. ഉളവായി വരുന്ന സഭകളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രയത്നിക്കുകയും അദ്ദേഹം അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല ഒരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഫിലിപ്പിയ സഭയെ സംബന്ധിച്ചിടത്തോളം ഫിലിപ്പിയ സഭയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആരാധിക്കുന്നവരുണ്ട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയവരുണ്ട്. അവരെ ഒന്നുകൂടെ ആത്മീകതയിൽ ഉറപ്പിക്കാൻ വേണ്ടി ക്രിസ്തുവാരെന്നുള്ള ശരിയായ വെളിപ്പാട് അദ്ദേഹം ദൈവസഭയ്ക്ക് കൈമാറി കൊടുക്കുക. കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയാലോ, സഭകൾ തകർന്നു പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തു ആരെന്നുള്ള ശരിയായ പരിജ്ഞാനം സഭയ്ക്കകത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. ക്രിസ്തു ആരെന്നുള്ള ശരിയായ പരിജ്ഞാനം സഭകൾക്കകത്തളത്തിൽ ഉണ്ടെങ്കിൽ ആ സഭ 1, 2, 3 വ്യക്തികളിൽ ഒതുങ്ങത്തില്ല, 1000ങ്ങളിലും ഒതുങ്ങത്തില്ല, 10,000ങ്ങളിലും ഒതുങ്ങത്തില്ല. സഭ ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാടിൽ ശരിക്കും കയറിയാൽ ആ സഭയെ പിടിച്ചടക്കാൻ ഒരു പ്രശ്നത്തിനും കഴിയത്തില്ല, ഒരു പ്രതികൂലത്തിനും കഴിയത്തില്ല, ഒരു പൈശാചിക മണ്ഡലത്തിനും കഴിയത്തില്ല. കാരണം ഒന്നറിയാമോ? ക്രിസ്തുവിന് പരിമിതികൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തു പരിമിതികളെ പൊട്ടിച്ച് പുറത്തു വന്ന് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി വിജയം നമുക്ക് വേണ്ടി തന്നിരിക്കൊണ്ട് ക്രിസ്തുവിന് പരിമിതിയില്ല, നമുക്കും പരിമിതിയില്ല. കൂടെയുണ്ടോ? ക്രിസ്തുവിന് പരിമിതിയില്ല, ക്രിസ്തുവിലായവർക്കും പരിമിതിയില്ല. ഹലോ, അപ്പൊ അടുത്തിരിക്കുന്ന ശോശാമയോ അവറാച്ചനോ ആരെങ്കിലും നിങ്ങളോട് പറയുന്നു, എടാ നിന്റെ വായ്ത്തത്വത്തിന് ഇത്രയേ ഉള്ളൂ, പരിമിതികളുണ്ട്, നിനക്ക് അപ്പുറത്ത്
കടക്കാൻ പറ്റത്തില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവനോട് മുഖത്ത് നോക്കി പറയണം, എൻ്റെ അകത്തിരിക്കുന്ന ക്രിസ്തുവിന് പരിമിതി ഇല്ലായിരുന്നു. അതുകൊണ്ട് പരിമിതികൾ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം പൊട്ടിച്ച ക്രിസ്തുവാ എൻ്റെ അകത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഈ പരിമിതി ഉണ്ടല്ലോ, അതിനെ ഓവർടേക്ക് ചെയ്യാൻ കർത്താവ് എൻ്റെ അകത്ത് അഭിഷേകം തന്നിരിക്കൊണ്ട് ഈ ആണ്ടിൽ ഞാൻ പരാജിതരുടെ കൂട്ടത്തിൽ നിൽക്കത്തില്ല. ഈ ആണ്ടിൽ ഞാൻ ജയിക്കുന്നവരുടെ കൂട്ടത്തിൽ. കരമടിച്ച ദൂതനെ റിസീവ് ചെയ്താട്ടെ, കരമടിച്ച. ഹല്ലേലൂയ. പരിധിക്കകത്ത് ഒതുങ്ങാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ വച്ചുകൊണ്ട് പരിധിക്കകത്ത് ഒതുങ്ങരുത്. സ്തോത്രം പറഞ്ഞേ. ക്രിസ്തുവിനെ വച്ച് പ്രാർത്ഥനയിൽ 5 മിനിറ്റ് പാസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുന്നേ, എല്ലാ ദിവസവും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നേ, തുടർമാനമായിട്ട് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൽ നിങ്ങളുടെ ക്രിസ്തുവിനെ നിങ്ങൾ ഒതുക്കരുത്. ഉണ്ടെന്നില്ല. സഭാരാധന 2.5 മണിക്കൂറാണ് ആരാധനയ്ക്ക് വേണ്ടി നിയമപരമായി അനുവദിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സഭയിൽ ഒരു ഓർഡർ ആയിട്ട് ആരാധന നടക്കാൻ വേണ്ടിയാണ് 2.5 മണിക്കൂർ ആരാധന ക്രമീകരിച്ചിട്ടുള്ളതെങ്കിൽ ആ 2.5 മണിക്കൂർ മാത്രമായിട്ട് ക്രിസ്തുവിനെ നിങ്ങൾ ഒതുക്കരുത്. ഉണ്ടെന്നില്ല. ഉപവാസ പ്രാർത്ഥന 7 ദിവസം കിട്ടുമ്പോൾ മാത്രം ആരാധിച്ച് അതിനകത്ത് മാത്രം ക്രിസ്തുവിനെ ഒതുക്കരുത്. കാരണം ഞാൻ ഇനി പ്രസംഗിക്കാൻ പോകുന്ന ക്രിസ്തുവിന്റെ ഭാവവും ഞാൻ ഇനി പ്രസംഗിക്കാൻ പോകുന്ന ക്രിസ്തുവിന്റെ വലിപ്പവും അത് ലോകത്തിൽ ഇന്ന് വരെ ആർക്കും ആളെന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒന്നായിരിക്കൊണ്ട് ക്രിസ്തുവിനെ ഒതുക്കാൻ ആരും ശ്രമിക്കരുത്. ക്രിസ്തുവിന്റെ ശക്തി ഒതുക്കാനും ആരും ശ്രമിക്കരുത്. ഇനി ഒതുക്കാൻ ശ്രമിച്ച കർത്താവ് അവിടെ ഇരിക്കത്തുമില്ല. സ്വതം പറ. ഹല്ലേലൂയ. നമ്മളെയാണെങ്കിൽ നമ്മളൊരു ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുന്നു, റിസർവേഷനിൽ ബുക്ക് ചെയ്യുക. റിസർവേഷൻ കൗണ്ടറിൽ ചെന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്. ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് കൺഫേം ആയി കിട്ടിയില്ല. ട്രെയിനിൽ RAC എന്ന ലിസ്റ്റിൽ നമ്മുടെ പേര് വരുന്നു. RAC എന്ന ലിസ്റ്റിൽ നമ്മുടെ പേര് വരികയാണ്. ഈ ലിസ്റ്റിൽ നമ്മുടെ പേര് വരുമ്പോൾ നമ്മൾ കൗണ്ട് ഡൗൺ തുടങ്ങും. ഓരോ ദിവസവും എടുത്ത് നെറ്റുള്ളവർ, ഇന്നത്തെ പിള്ളേർക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ, ഓരോ ദിവസവും നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കും നമ്മുടെ സീറ്റ് കൺഫേം ആയോ എന്ന്. ഓരോ ദിവസവും നമ്മളിങ്ങനെ ശോധന ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അവസാന ദിവസമെത്തി ചാർട്ട് ട്രെയിൻ പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ചാർട്ട് പ്രിപ്പയർ ചെയ്യും. ഈ ചാർട്ട് പ്രിപ്പയർ ചെയ്തപ്പോഴേക്കും ബർത്ത് നമുക്ക് തരാനായിട്ട്, സ്ലീപ്പർ കോച്ചാണ് എടുക്കുന്നതെന്ന് ചിന്തിക്കുക, ബർത്ത് തരാനായിട്ട് അവർക്ക് അസൗകര്യമുണ്ട്. അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ സ്ലീപ്പർ കോച്ചിലേക്ക് ടിക്കറ്റ് എടുത്തത് കൊണ്ട് അവർ ഒരു ബോഗിക്കകത്ത് എല്ലാത്തിനും കൂടെ കുത്തി ഞെരുക്കും. സ്വതന്ത്രം പറ. സൈഡ് സീറ്റിൽ 2 പേർക്ക് ഇരിക്കാം, സീറ്റ് തരും, പക്ഷെ കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കാനേ പറ്റത്തുള്ളൂ. സ്വതന്ത്രം പറ. ആ ബോഗിക്കകത്ത് കുത്തി തിരികെ കയറ്റിയാൽ നമ്മൾ കേറും. കാരണം നമുക്ക് സീറ്റ് അത്യാവശ്യമാണ്. ഹലോ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഇനി എവിടം കിട്ടിയില്ല, നമുക്ക് യാത്ര അത്യാവശ്യമായി പോയേ പറ്റത്തുള്ളൂ, ആ ട്രെയിനിൽ പോയേ പറ്റത്തുള്ളൂ. സ്ലീപ്പർ കോച്ചിൽ നിന്ന് കിട്ടാതെ അത് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ ചെന്ന് ജനറൽ കോച്ചിലെ ടിക്കറ്റ് എടുക്കും. സ്വതന്ത്രം പറ. ജനറൽ കോച്ചിൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അവിടെ കേറാനായിട്ട് ചെന്ന് നിൽക്കുമ്പോഴേക്കും വാതിൽ വരെ തിക്കി ജനം നിൽക്കുന്നത് നിങ്ങൾ കണ്ടു. എന്ത് കണ്ടു? തിക്കി ഞെരിങ്ങി നിൽക്കുകയാണ്. ആ കാഴ്ച നിങ്ങൾ കണ്ടാലും നമ്മൾ വക വയ്ക്കത്തില്ല. 3 പെട്ടി ഉണ്ടെങ്കിലും, ലഗേജ് ആയിട്ട് കയ്യിൽ വലിയ പെട്ടി 3 എണ്ണം ഉണ്ടെങ്കിലും ആ പെട്ടി എടുത്തൊരെറി അകത്തോട്ടെറിയും. എന്നിട്ട് എങ്ങനെയെങ്കിലും കുത്തി ഞെരിങ്ങി അതിനകത്ത് കയറാൻ ശ്രമിക്കും. കാരണം നമുക്ക് പരിമിതിക്കകത്ത് ഒതുങ്ങാൻ അറിയാം. ഹല്ലേലൂയ. പരിമിതിക്കകത്ത് ഒതുങ്ങാൻ അറിയാം. പക്ഷെ ക്രിസ്തുവിനെ ഈ പരിമിതിക്കകത്ത് ഒതുക്കാൻ ശ്രമിച്ചാൽ, ചില സന്ദർഭങ്ങളിൽ ക്രിസ്തു ഞെരുക്കമുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരും, ഭാരമുള്ളവരുടെ അടുത്ത് ഇറങ്ങി വരും. അത് മറ്റൊരർത്ഥമാണ്. ഞാൻ പ്രസംഗിക്കുന്ന അർത്ഥത്തിൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞെരുക്കാൻ ശ്രമിച്ചാൽ എന്ന് പറഞ്ഞ ആത്മീയതയിൽ ഞെരുക്കാൻ ശ്രമിച്ചാൽ, ചിലതൊക്കെങ്കിലും ക്രിസ്തുവിനെ ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ചിലരുടെങ്കിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള ധാരണ കുപ്പിയിൽ അടച്ചിട്ടിരിക്കുന്ന ഭൂതത്തെ പോലെ ക്രിസ്തുവിനെ ഉപയോഗിക്കാമെന്നതാണ്. സ്തോത്രം. ബോട്ടിലിന്റെ അടപ്പ്
തുറക്കുമ്പോഴേക്കും നീരാവിയായി ക്രിസ്തു പുറത്തു വരും. എന്നിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അത് കഴിഞ്ഞ് വീണ്ടും കുപ്പിക്കകത്ത് അടച്ചിടാം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, തെറ്റിപ്പോയി. ക്രിസ്തു പരിമിതിക്കകത്ത് ഒതുങ്ങുന്നവനല്ല. കാരണം നമുക്ക് പരിമിതി ഇടാൻ അവകാശമുള്ള, അധികാരമുള്ള ക്രിസ്തുവിനാണ് നാം പരിമിതി ഇടാൻ ശ്രമിക്കുന്നത് എന്ന കാര്യം ഈ രാത്രി വ്യക്തമായി തിരിച്ചറിയണം. ആരാധിക്കുവാൻ പരിമിതിയില്ല, പ്രാർത്ഥിക്കുവാൻ പരിമിതിയില്ല, വെളിപ്പാടുകൾ കാണാൻ പരിമിതിയില്ല, ദർശനങ്ങളുടെ ആഴത്തിൽ കയറാൻ പരിമിതിയില്ല. സമയം നമുക്കില്ലാത്തത് കൊണ്ടാണ് നാം പരിമിതി വെക്കുന്നത്. സമയം കണ്ടെത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തയ്യാറാകുന്ന തലമുറകൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രിയിലും ദൂത് കൈമാറുകയാ. പരിമിതിയില്ലാതെ നിന്നെ അനുഗ്രഹിക്കാൻ, രാജ്യങ്ങളിലോട്ടിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് തയ്യാറായി നിന്റെ അടുത്ത് നിൽപ്പുണ്ട് എന്ന സത്യം തിരിച്ചറിഞ്ഞ് ആത്മാവിന്റെ കൃപയിൽ കയറി ജ്വലിക്കുക. സ്തോത്രം. ക്രിസ്തു എന്താണ് എന്ന്, ക്രിസ്തു ആരാണ് എന്നതിന്റെ ശരിയായ വെളിപ്പാടിൽ ദൈവസഭകൾ കയറി വരുന്ന സമയത്ത് ഇതുപോലുള്ള വളർച്ച, ഇവിടെ കാണുന്ന വളർച്ച സഭകളിലും വെളിപ്പെട്ടു വരും. ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങളോടാണ്. അതുപോലെ എന്നെ ഓൺലൈനിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുമുണ്ട്. അവരും ഒരുപാട് പേർ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി കൂടെ ദൂത് ഞാൻ സംസാരിച്ചു പോകുവാണ്. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ ക്രിസ്തുവിന് പരിമിതി ഇടാതിരുന്നാൽ, നിങ്ങളുടെ വീട്ടിനകത്ത് പരിമിതി ഇല്ലാതെ അനുഗ്രഹം തരാൻ, വിടുതൽ തരാൻ, കൂടെ നടക്കാൻ ക്രിസ്തു ഈ രാത്രിയിലും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രസംഗിച്ചാൽ ആമേൻ പറഞ്ഞ് ദൂതിന്റെ മുമ്പിൽ ഏൽപ്പിക്കാൻ തയ്യാറായിട്ടുള്ളവർ കരമടിച്ച് സ്വീകരിച്ചോട്ടെ ദൂത്. ഈ രാത്രി നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് അങ്ങനൊരു വിടുതൽ വെളിപ്പെട്ടു വരികയത്രേ. ഇനി ഞാൻ ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇതാണ്: ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഉറക്കെ പറഞ്ഞ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ. ഇതാണ് ഉറക്കെ പറയാൻ പറയുന്നത്. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ. എനിക്കറിയാം നിങ്ങളെല്ലാം മാസ്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ശബ്ദത്തിന്റെ പകുതിയെ പുറത്തു വരത്തുള്ളൂ. എങ്കിലും ഒന്ന് ഉറക്കെന്ന് പറഞ്ഞാട്ടെ. ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ ഭാവം. ഇനി നിങ്ങൾ അടുത്തിരിക്കുന്നവരൊന്ന് നോക്കിയേ. ക്രിസ്തുവിന്റെ ഭാവം അവരുടെ മുഖത്തുണ്ടോ നോക്കിയേ. കൈ കൊടുക്കാനല്ല പറഞ്ഞ്, മുഖത്ത് നോക്കാനാ പറഞ്ഞ്. സ്വതന്ത്രം പറഞ്ഞ്. എന്നെ വാച്ച് ചെയ്യുന്നവരിൽ ചിലരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകും, ഞാൻ കൈ കൊടുക്കാൻ പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നവരുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കൈ കൊടുക്കാനല്ല പറഞ്ഞ്, മുഖത്ത് നോക്കാനാ പറഞ്ഞ്. ക്രിസ്തേശുവിനുള്ള ഭാഗം അവരുടെ മുഖത്ത് കാണുന്നുണ്ടോ? ഹല്ലേലൂയ. ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. വേദപുസ്തകത്തിലെ വാക്യം എന്താ? ക്രിസ്തുവിന്റെ ഭാവം. എന്താ ക്രിസ്തുവിന്റെ ഭാവം? യേശുവിന്റെ ഭാവങ്ങൾ വ്യത്യസ്ത തലത്തിൽ ക്രിസ്തുവിന്റെ ഭാവം വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. പ്രാർത്ഥനയിൽ വെളിപ്പെട്ട് വന്നിട്ടുണ്ട്, ശിഷ്യന്മാരോട് ഒത്തു നടക്കുമ്പോൾ വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചുരുക്കി പറഞ്ഞാൽ യേശുവിന്റെ ജനനം മുതൽ ക്രൂശീകരണം വരെ പല വിധത്തിലുള്ള ഭാവം ജനം കണ്ടിരുന്നു. ഈ ലോകത്തിലെ ക്രിസ്തുവിന്റെ ഭാവം ജനം കണ്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. എന്നാൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാവമുണ്ട്. പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാവം, ക്രിസ്തുവിനുണ്ടായിരുന്ന ഒരു ഭാവം പൗലോസ് പറഞ്ഞിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ രാവിലെ പറഞ്ഞായിരുന്നു, ഒരു വാക്യത്തിന്റെ ബാക്കിലോട്ടോ മുന്നിലോട്ടോ വായിച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാക്കുമെന്ന് ഞാൻ കഴിഞ്ഞ പകലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വാക്യത്തിന്റെയും തുടർമാനമായിട്ട് വായിക്കുമ്പോൾ എന്താ ക്രിസ്തുവിന്റെ ഭാവം എന്ന് അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്. 6-ാം വാക്യം മുതലാണത് പറഞ്ഞിരിക്കുന്നത്. എന്താ ഒരു ഭാവം? ക്രിസ്തുവിന്റെ ഒരു ഭാവം എന്താ? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയാണ് എനിക്കറിയാം, ഒരു പവർ മെസ്സേജാ തരേണ്ട എനിക്കറിയാം. പക്ഷേ ഇതിനകത്തൊരു ഭയങ്കര ദൂത് കിടപ്പുണ്ട്. എന്താ? യേശു കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ദൈവത്വ 3 ഘടനകൾ ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. 3 അവസ്ഥകൾ ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പിതാവിന്റെ വലത് ഭാഗത്തിരുന്ന പുത്രനായ ക്രിസ്തു, സ്തോത്രം പറഞ്ഞു,
പിതാവിനോടൊപ്പം എപ്പോഴും ചേർന്ന് നിന്ന പുത്രനായ ക്രിസ്തു, പിതാവ് എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായി അറിയാവുന്ന പുത്രനായ ക്രിസ്തു, പിതാവിന്റെ ഒപ്പമുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് ചിന്തിക്കാതെ ദാസരൂപമെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പിതാവായ ദൈവം ഒരു സ്ഥാനത്ത് നിന്ന് ഓർഡർ ഇടുകയാണ്, എടാ കുഞ്ഞെ, നീ 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 ആ കുഞ്ഞ് സൗഖ്യമാകട്ടെ. ആ ജോലി അതുപോലെ ചെയ്തുകൊണ്ടിരുന്ന പുത്രനായ ക്രിസ്തു. ഹലോ, ദൂതന്മാരുടെ ആരാധന, നാം ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ആരാധന രണ്ടും ഒരുപോലെ സ്വീകരിച്ചു കൊണ്ടിരുന്ന പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥന നമ്മൾ ഒത്തിരി ആരാധിക്കുന്നല്ലേ, അന്യഭാഷ പറയുന്നുണ്ടല്ലേ. തിരിച്ചറിയണം, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എപ്പോഴും ആരാധന സ്വീകരിച്ചു കൊണ്ടിരുന്ന ക്രിസ്തു സമത്വം മുറുകെ പിടിച്ചു. ഈ നമുക്ക് പുകഴ്ത്തലുകൾ കേൾക്കാൻ ഇഷ്ടമല്ലേ? ആണോ അല്ലയോ? അച്ഛാ, ഒരു വ്യക്തി വന്ന അച്ഛനെ പുകഴ്ത്തി പറയുക, കൊള്ളാം കേട്ടോ, നല്ല മനുഷ്യനാ, നല്ല സൗന്ദര്യമുള്ള മനുഷ്യനാ, നല്ല താടിയാ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടല്ലേ? ഉണ്ടാവോ ഇല്ലയോ? നമ്മൾ പിന്നെ കുറച്ചുകൂടെ കോളറൊക്കെ പോക്കി ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കും അല്ലേ? പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരാധന കർത്താവിനെ പുകഴ്ത്തി പറയുന്ന വാക്കുകൾ. ഹല്ലേലൂയ. ഇനി എന്തിനാ പുകഴ്ത്തി പറയുന്നേ? എന്തിനാ പുകഴ്ത്തുന്നേ? പുകഴ്ത്തുന്നതിനൊരു ഉദ്ദേശമുണ്ട്, കാര്യസാധ്യത്തിന്. ഹലോ, മിണ്ടുന്നില്ല. ഇതും ഒരു കാര്യം സാധ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ കർത്താവിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ കർത്താവിന് പ്രസാദമായി തോന്നും. അന്നേരം കർത്താവിന് എന്താ, ആ പുകഴ്ത്തിയ മനുഷ്യനോട് ഒരു പ്രത്യേക താല്പര്യം തോന്നും. അതുകൊണ്ട് ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ നിന്ദിക്കപ്പെട്ടവരായി, അപമാനിക്കപ്പെട്ടവരായി പുറത്തു പോകാതെ സന്തോഷത്തോടെ പുറത്തു പോകുന്നേ. പല ദിനരാത്രങ്ങളും ആരാധന ഹാളിൽ നിന്ന് വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ സന്തോഷം അനുഭവിച്ചില്ലേ? എന്താ കുഞ്ഞേ അതിന് കാരണമെന്നറിയാമോ? ഈ ആരാധന കർത്താവിന് കൊടുത്ത പുകഴ്ത്തലുകളായിരുന്നു, കർത്താവിന് കൊടുത്ത മഹത്വമായിരുന്നു. അതങ്ങോട്ട് കർത്താവ് സ്വീകരിച്ചപ്പോൾ സ്വർഗത്തിൽ കർത്താവിന് മൗനമായിരിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് കർത്താവിന്റെ കുടുംബത്തിനകത്ത് നൽകേണ്ട വിടുതലുകളെല്ലാം അതത് സമയത്ത് കൃത്യമായി നൽകിക്കൊണ്ടിരുന്നു. അവ ഇന്നും പട്ടിണി കിടക്കാതെ വീട്ടിനകത്ത് സന്തോഷത്തോടു കൂടി കർത്താവിനെ ആരാധിക്കാൻ ഒരനുഭവം കർത്താവ് നിങ്ങൾക്ക് തന്നു. 10 പൈസ ചെലവില്ലാത്തൊരു കാര്യമാണ് കർത്താവിനെ പുകഴ്ത്തുക. കർത്താവിനെ പുകഴ്ത്തുന്നതിനനുസരിച്ച് കർത്താവ് അനുഗ്രഹം തരും. ആമേൻ. ഓക്കേ, കർത്താവിന്റെ പുകഴ്ത്തലുകൾ സ്വീകരിച്ച, ആരാധന സ്വീകരിച്ച ഇരുന്നാ മതിയായിരുന്നു. പക്ഷേ കർത്താവ് ലോകത്തിൽ നോക്കിയപ്പോഴേക്കും ലോകം പാപത്തിന്റെ അധീനതയിലേക്ക് താഴ്ന്നു പോകുന്നത് കർത്താവിന്റെ ദൈവത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തിന് ഒരാഗ്രഹം, ആരെ ഞാൻ അയക്കേണ്ടു? ഈ ഭൂമിയിൽ രക്ഷയ്ക്കായി ഒരു മനുഷ്യൻ ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ. സ്വർഗത്തിൽ നിന്ന് ദൗത്യമേറ്റെടുത്ത ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ. എങ്കിലേ സകല മനുഷ്യരുടെയും രക്ഷ വെളിപ്പെട്ട് വരത്തുള്ളൂ. ആ വെളിപ്പെടലിന് വേണ്ടി ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പുസ്തകം വരെ ഭാഗമായി ക്രിസ്തു വെളിപ്പെടുമെന്നത് പ്രവചന പുസ്തകങ്ങളിൽ അല്ലാതെ ചരിത്ര പുസ്തകങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ക്രിസ്തു വെളിപ്പെട്ടു വരും, ജാതികളുടെ രക്ഷയ്ക്കായും ഇസ്രായേലിന്റെ വിടുതലിനായി. സ്തോത്രം. ഈ സത്യം ലോകം മനസ്സിലാക്കാൻ വേണ്ടി സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ പുത്രനായ ക്രിസ്തു പറഞ്ഞു പിതാവിനോട്, ആമേൻ, ഞാൻ പോകാം പിതാവേ, ഞാൻ പോകാം. എന്തിന്? എന്റെ സ്വന്തം ജനത്തെ രക്ഷിപ്പാൻ ഞാൻ തന്നെ ഇറങ്ങിച്ചെല്ലാം. അതിന് ദൈവത്വത്തിൽ ഭൂമിയിൽ ഇറങ്ങി വരാൻ പറ്റത്തില്ലല്ലോ. അവൻ ക്രിസ്തുവിന് ദൈവത്വത്തിൽ ഭൂമിയിൽ അതുപോലെ ഇറങ്ങി വരാൻ പറ്റത്തില്ല. കാരണം ഭൂമി ആ തേജസ് താങ്ങത്തില്ല. ഹല്ലേലൂയ. സൂര്യൻ എത്രയേറെ അധികം ചൂടോടുകൂടി വെട്ടി തിളച്ച നിൽക്കുന്ന ആ ഒരു അനുഭവം നല്ല ചൂടോടുകൂടി പ്രകാശിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
അതിനെ സൃഷ്ടിച്ച ദൈവം എത്രയധികം തേജസ്സോടുകൂടി വെളിപ്പെട്ട് നിൽക്കുന്നു എന്ന സത്യം ഒരിക്കൽ കൂടി നാം തിരിച്ചറിയുന്നത് നന്നായിരിക്കും. അങ്ങനെ മനോഹരമായ തേജസ്സിൽ നിൽക്കുന്ന ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ ഒരു ജഡം സ്വീകരിച്ചു, ജഡ അവതാരമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇതും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇറങ്ങി വന്നത് തന്നെ നമുക്കറിയാലോ. ഒരു വഴിയരികിൽ യേശു കർത്താവ് ജനിക്കുന്നു. കിടത്താൻ സ്ഥലമില്ലാത്തത് കൊണ്ട് പശുത്തൊട്ടിയിൽ തന്റെ മാതാപിതാക്കൾ ക്രിസ്തുവിനെ കിടത്തി. കൂടെയുണ്ടോ? അവിടെ എല്ലാം താഴ്മ നമുക്ക് കാണിച്ചു തന്നു, മാതൃക കാണിച്ചുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ജനിക്കുന്നത്. ഓക്കെ, അതൊന്നും എന്റെ പ്രസംഗ വിഷയമല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. ഇങ്ങനെ താഴ്മ ധരിച്ച് ക്രിസ്തു ജനിച്ച് നിൽക്കുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നു, കർത്താവ് ദാസരൂപം എടുത്തു എന്നതാ. ദാസരൂപം എടുത്തു. ആരെങ്കിലും എന്തെങ്കിലും ക്രിസ്തുവിനോട് പറഞ്ഞാൽ അതങ്ങനെ തന്നെ അനുസരിക്കത്തക്ക രീതിയിൽ, വിധേയപ്പെടത്തക്ക രീതിയിൽ ദാസരൂപം ക്രിസ്തു എടുത്തു. സഹോദരൻ പറഞ്ഞേ, യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അപ്പനും അമ്മയും തന്നോട് പറഞ്ഞ സകല കാര്യങ്ങൾക്കും യേശു കീഴടങ്ങിയിരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, അല്ലേ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നല്ല മാതൃക കർത്താവ് കാണിച്ചു. അപ്പനും അമ്മയ്ക്കും എങ്ങനെ കീഴടങ്ങിയിരിക്കണം എന്നതിന്റെ ശരിയായ മാതൃക ക്രിസ്തു കാണിച്ചു തന്നു. അപ്പനും അമ്മയ്ക്കും ശുശ്രൂഷ കാലയളവ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, യാത്ര തുടങ്ങുന്നതിന് മുമ്പ്, വീട്ടിൽ എപ്പോഴും ഒതുങ്ങിയിരുന്ന സമയത്ത് കാണിച്ചു തന്നു, മാതൃക കാണിച്ചു തന്നു. അപ്പനെ എങ്ങനെ അനുസരിക്കണം, അമ്മയെ എങ്ങനെ അനുസരിക്കണം. ഹല്ലേലൂയ. അത് ദാസരൂപം എടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഏഴാം വാക്യം. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അതും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ യേശു കർത്താവിന് വേദന അറിയാമായിരുന്നു. നമ്മളെ അടിച്ചാൽ നമുക്ക് വേദനിക്കത്തില്ലേ? വേദനിക്കോ ഇല്ലയോ? ഇല്ല, വേദനിക്കത്തില്ല എന്ന് പറയുന്നുള്ളവരുടെ കൈ വയ്ക്കുക. ഇല്ല, നമുക്ക് എല്ലാവർക്കും വേദന. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അടിച്ച അടി വേദനയായി അനുഭവിച്ചു. നമുക്കുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും കർത്താവിനും ഉണ്ടായിരുന്നു ജഡത്തിൽ. അതുകൊണ്ടാ പ്രിയരെ, ഇന്ന് നമ്മൾ കരയുമ്പോൾ കർത്താവ് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുകയും നമുക്ക് വേണ്ടി വിഷയങ്ങൾക്ക് പരിഹാരം നൽകുകയും ചെയ്യും. യേശു ലാസറിന്റെ ഭവനത്തിന്റെ അടുക്കിലേക്ക് പോയി. അതും ഭയങ്കര മെസ്സേജ് അല്ലേ, നമ്മൾ ഒരുപാട് കേൾക്കുന്നതല്ലേ. വീട്ടിന്റെ തൊട്ട് മുമ്പിൽ ചെന്ന് നിന്നിട്ട് ആദ്യം കല്ലറ കാണാൻ കർത്താവ് ഓടിയില്ല. വീട്ടിന്റെ തൊട്ട് മുമ്പ് അടുക്കൽ ചെന്ന് നിന്നിട്ട് കർത്താവ് ആദ്യം അന്വേഷിച്ചത് ആ വീട്ടിനകത്ത് ആരും സഹായിക്കാനില്ലാതെ ആശ്വസിപ്പിക്കുന്നുണ്ട്, പക്ഷെ ആശ്വാസം കിട്ടാണ്ട് വീട്ടിനകത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രണ്ട് സ്ത്രീകളുണ്ട്. അവരുടെ കണ്ണുനീരിന്റെ അടുക്കലേക്ക് കർത്താവ് ആദ്യം പോയി. ഒരു ദൂത് പറയാം. യേശുവിനെ കണ്ണുനീർ കാണാൻ നന്നായിട്ട് അറിയാം. കണ്ണുനീർ കാണാൻ അറിയാവുന്ന ദൈവത്തിന് പ്രവർത്തിക്കാനും അറിയാം. ഉപവാസ പ്രാർത്ഥനയിൽ അമ്മമാരെ, പിതാക്കന്മാരെ, സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശാന്തമായി സംസാരിക്കുന്നു. ആ ദൂത് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കണ്ണുനീരിന്റെ അകത്ത് ഒരു മറുപടി നൽകാൻ, കണ്ണുനീർ കാണാൻ കഴിവുള്ള കർത്താവ് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കാൻ തയ്യാറായിട്ടുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? അവർ മാത്രമേ കരമടിച്ച് വർഷങ്ങളായി നിങ്ങൾ കരയുന്നുണ്ടാകാം, വർഷങ്ങളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. ഇന്ന് രാത്രിയിൽ കണ്ണുനീരിന്റെ ആഴത്തിൽ മറുപടി അയക്കാൻ എന്റെ ദൈവം ഈ രാത്രി നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക്
വേഗത്തിൽ ആരാധനയിലേക്ക് വരണം. അതുകൊണ്ട് ഞാൻ ദൂതനെ ഒന്ന് പറഞ്ഞു വിടുക, ദൂതനെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ശ്രദ്ധിച്ചോട്ടെ, ക്രിസ്തേശുവിനുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഒന്ന് ദൈവത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് ചിന്തിക്കാതെ ദാസരൂപമെടുത്ത് ഭൂമിയിൽ ഇറങ്ങി വരികയാണ്. എന്നിട്ടോ അടുത്ത ഭാഗം ഇങ്ങനെയാണ്: വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മറ്റുള്ളവർക്ക് ബഹുമാനം എങ്ങനെ കൊടുക്കണമെന്നും മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം എങ്ങനെ സ്വീകരിക്കണമെന്നും മറ്റുള്ളവരുടെ ഇടയിൽ എങ്ങനെ ജീവിക്കണമെന്നും മനുഷ്യരുടെ ഇടയിൽ എങ്ങനെ നല്ല പേർ സമ്പാദിക്കണമെന്നതും ക്രിസ്തുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. നിങ്ങൾ തിരിച്ചറിയണം, ദൈവ പൈതൽ എന്നതിന്റെ നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് നാട്ടുകാരുടെ ഇടയിൽ നല്ല പേര് സമ്പാദിക്കുക. കൂടെ ഉണ്ടോ? ഇത് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. ഹല്ലേലൂയ. ദൈവ പൈതലിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി നാട്ടുകാരുടെ ഇടയിൽ നല്ല പേര് സമ്പാദിക്കുക. അത് തന്നെയാണ് അവിടെ ചെയ്യുന്ന ഒരു കാര്യം. അവിടെ യേശു കർത്താവ് മനുഷ്യനായി വിളങ്ങി. യേശുവെന്ന പേര് കേൾക്കുമ്പോ തന്നെ ജനം കൂടെ അങ്ങോട്ട് കയറാൻ തുടങ്ങിയതിന് കാരണം, അവൻ കൂടെ നിൽക്കാൻ ഇടയായി തീർന്നതിന് കാരണം, അത്ഭുതങ്ങളും പ്രവൃത്തികളും ഒക്കെ ഒരു സൈഡില്. യേശു പറഞ്ഞാൽ അത്ഭുതം നടക്കും, നിശ്ചയമാണ്. പക്ഷേ യേശുവിന്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് മറികടന്നു പോകാൻ ഒരൊറ്റ വ്യക്തിക്കും കഴിയത്തില്ലായിരുന്നു. യേശുവിന്റെ അടുക്കൽ ആരെങ്കിലും വന്നാൽ ആ സ്നേഹം അവർ അനുഭവിച്ചിരുന്നു. ക്രൂശിൽ കൊണ്ട് ക്രൂശീകരിക്കാൻ പോകുമ്പോഴും ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് വിധിക്കാൻ വേണ്ടി കൊണ്ടു നിർത്തുമ്പോൾ, വിധിക്കാൻ വിസ്തരിക്കാൻ കൊണ്ടു നിർത്തുമ്പോൾ അവിടെ വിടുതൽ അനുഭവിച്ചവർ, യേശുവിൽ നിന്ന് അത്ഭുതം അനുഭവിച്ചവർ, ആഹാരം കഴിച്ചവരുണ്ട്. യേശുവിൽ നിന്ന് പ്രാർത്ഥനയിൽ കൂടി ആഹാരം കഴിച്ചവരുണ്ട്. ഈ ആഹാരം ലഭിച്ചവർ വരെ യേശുവിനെ ക്രൂശിക്ക എന്ന് ആർത്ത് വിളിച്ചു പറയുമ്പോഴും അവിടെയും വെളിപ്പെട്ടു ക്രിസ്തുവിന്റെ സ്നേഹം. പറഞ്ഞു, കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർക്കറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നല്ല ദൂത് അവിടെയും ക്രിസ്തു കാണിച്ചു തന്നു, അല്ലേ? അത് നല്ലൊരു അനുഭവമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ഞാൻ ആ ഭാഗവും വിടുക. ഒരുപാട് പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടത് കൊണ്ടാണ് ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതെ പറഞ്ഞു വിടുന്നത്. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. പിന്നെയോ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങുക മാത്രമല്ല, തന്നെത്താൻ ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. ഞാൻ ആരാധനയ്ക്ക് കയറുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എവിടാ അഭിഷേകത്തിന്റെ ഒഴുക്ക് വെളിപ്പെട്ട് വരുന്നത്? എവിടാ ദൈവപ്രവൃത്തിയുടെ വലിപ്പം വെളിപ്പെട്ട് വരുന്നത്? എവിടാ കൃപയുടെ എന്താ പറയുക ഒരു വലിയ ശേഖരം വെളിപ്പെട്ട് വരുന്നത്? എവിടാ? വെള്ളം ഏറ്റവും കൂടുതൽ സംഹരിക്കാൻ കഴിയുന്നത് താഴ്ച കൂടുമ്പോഴാണ്. ഒരു ടാങ്കിൽ താഴ്ച എത്രത്തോളം ഉണ്ടോ, വീതി ഒക്കെ ശരിയാ, പക്ഷെ വീതിക്കൊത്തവണ്ണം നല്ല താഴ്ച ഉണ്ടെങ്കിൽ വെള്ളം ശേഖരിച്ചു വെക്കാൻ പറ്റും, അല്ലേ? ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മലയുടെ മുകളിലല്ലേ? എന്നാൽ ജലം ഒഴുകുന്നത് എങ്ങോട്ടാ? ഏറ്റവും താഴ്ന്ന നിലത്തേക്കല്ലേ? ഇതെവിടെ കെട്ടി നിൽക്കുന്നേ? തടാകങ്ങളിലല്ലേ? അത് മുകളിലാണോ? ഏറ്റവും കൂടുതൽ താഴ്ന്ന അനുഭവങ്ങളിലല്ലേ? ഇന്ന് രാത്രി തിരിച്ചറിയ, നിന്റെ അകത്തിരിക്കുന്ന ഈ അഭിഷേകത്തിന്റെ അളവ് നിർണയിക്കുന്നത് ദൈവമല്ല. എത്രത്തോളം ഞാൻ അഭിഷേകത്തെ ഉൾക്കൊള്ളണം, എത്രത്തോളം ദൈവകൃപയിൽ ഞാൻ വർദ്ധിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നത് ദൈവമല്ല, പ്രിയരെ, നാം. ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കറിയാം, ഇതിനകത്ത് ആരാധിക്കാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് വളരെ സന്തോഷമാണ്. നിങ്ങൾ തുള്ളിച്ചാടി ആരാധിക്കുന്നവരാണ്. ഞാൻ നിങ്ങളെ പ്രോത്സാഹിക്കുന്നു. ഇന്ന് രാത്രിയും അത് ചെയ്യും. ഞാൻ അത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ. അഭിഷേകത്തിന്റെ ആദ്യത്തെ പടിയിൽ നിന്ന് ആഴത്തിൽ കുറച്ചുകൂടെ ശേഖരിച്ചു നിർത്താൻ. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നത് നിങ്ങളുടെ കണ്ണാലെ നിങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് വിടുതലുകൾ നടക്കുന്നത് നിങ്ങളുടെ കണ്ണാലെ നിങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സഭയ്ക്കകത്ത് മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾ നിങ്ങളുടെ കണ്ണാലെ കണ്ടിട്ടുള്ളവരായിരിക്കാം. പക്ഷേ ആദ്യം ചെയ്ത പ്രവൃത്തിയാണോ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആദ്യത്തെ അനുഭവമാണോ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്?
എങ്കിലും രാത്രി തിരിച്ചറിയണം, ആഴത്തിൽ ദൈവസാന്നിധ്യം ശേഖരിച്ചു നിർത്താൻ കൂടുതൽ താഴ്മയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഹല്ലേലൂയ. യോജിക്കുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി എനിക്കറിയാം, സ്പെഷ്യലായി ചിലർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഈ രാത്രി നിറയാൻ പോകുക. ഒരു നിയോഗത്താൽ കർത്താവ് ചിലരെ സെലക്ട് ചെയ്യാൻ പോകുക. നിങ്ങൾ ആരും സാധാരണക്കാരല്ലെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം കുടഞ്ഞു കളഞ്ഞ്, പ്രതികൂലങ്ങളെ കുടഞ്ഞു കളഞ്ഞ് ആത്മാവിന്റെ ശക്തിയിൽ നിങ്ങൾ എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. ചെയ്ത പ്രവൃത്തി അതുപോലെ വീണ്ടും ചെയ്തുകൊണ്ട് പാരമ്പര്യത്തിന്റെ അനുഭവത്തിലായിത്തീരാതിരിക്കേണ്ടതിന് ആത്മസാന്നിധ്യത്തിന്റെ പുതിയൊരു അന്തരീക്ഷത്തിൽ ദൈവം നിങ്ങളെ കടത്തിവിടാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, അവന് ഈ രാത്രിയിൽ അധികം താഴ്മ ധരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ അധികം താഴ്മ ധരിക്കാൻ. ഹല്ലേലൂയ. നമുക്ക് ആരാധന വേണമല്ലോ. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ വചനത്തിന് വിരാമം വിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദേശത്തെ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം യേശു അനുസരണമുള്ളവനായിരുന്നു. ക്രിസ്തു നല്ല ഭാവം. സഭയിൽ ക്രിസ്തു എന്തെങ്കിലും നമ്മളോട് പറഞ്ഞാൽ, ദൈവദാസൻ ആത്മാവിന്റെ വെളിപ്പാടിനാൽ ദൈവത്താൽ നിറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ അതപ്പടി അനുസരിക്കാൻ, അതുപോലെ അനുസരിക്കാൻ തയ്യാറാകുന്ന ദൈവജനം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആത്മാവിന്റെ ദൂതിന് വിധേയപ്പെട്ട് അതുപോലെ അനുസരിക്കാൻ തയ്യാറാകുന്ന ദൈവജനം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, മാറ്റമില്ലാത്ത ദൂത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ ദൈവിക പ്രവൃത്തിയുടെ ചലനം നിങ്ങളുടെ കുടുംബത്തിൽ ആരംഭിക്കാൻ പോകുക. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഏറ്റവും ശക്തിയായി, പവർഫുള്ളായി നമ്മൾ ആരാധിക്കാൻ പോകുന്ന ഒരു നല്ല ദൂത്, ഇത്രയേറെ താഴ്ത്തി മരണം വരെ അനുസരിച്ചത് കൊണ്ട് മരണം കഴിഞ്ഞിട്ട് ക്രിസ്തുവിന്റെ ഭാവം മാറി. ക്രൂശ് മരണം കഴിഞ്ഞ ക്രിസ്തുവിന്റെ ഭാവം മാറി. പ്രിയരെ, ക്രൂശ് മരണം കഴിഞ്ഞ് ക്രിസ്തുവിന്റെ ഭാവം മാറി. ഇനി തൊട്ട് മുമ്പ് ഞാൻ ഒരു കാര്യം ഒന്ന് കയറി പറയുക. അത് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ഞാനൊന്ന് കയറി പറയുക. തന്നെത്താൻ താഴ്ത്തിയൊക്കെ ഏൽപ്പിച്ച് കർത്താവ് നിൽക്കുമ്പോൾ തന്നെ കർത്താവിന് മറ്റൊരു ഭാവം ഉണ്ടായിരുന്നു. ആ ഭാവം കണ്ട വ്യക്തികൾ യേശുവിന്റെ ഇടയിലുള്ള ശിഷ്യന്മാരിൽ രണ്ടുപേരാ. സ്വതന്ത്രം പറഞ്ഞേ. ആ ഭാവം കണ്ടവർ പ്രാർത്ഥിക്കാനായി മലയിൽ കൊണ്ടുപോയി. ശിഷ്യന്മാരെല്ലാം കൂടെ കൂട്ടി രണ്ടുപേരെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് യേശു മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. ഇവരോട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സെക്കൻഡിൽ യേശുവിന്റെ ഭാവം മാറി. ഹലോ, യേശുവിന്റെ ഭാവം മാറി, യേശുവിന്റെ തേജസ് മാറി. ശരിക്കുമുള്ള മാനുഷിക ശരീരത്തിലിരിക്കുമ്പോൾ ശരിക്കുമുള്ള ദൈവത്വം വെളിപ്പെട്ടു. ഹലോ, പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവിടെ നിർത്തിയൊരു ദൂത് പറയാം. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കയറിയിരിക്കുന്ന നിമിഷം നിങ്ങളുടെ കൂടെ പ്രാർത്ഥിച്ചവരെല്ലാം രാത്രി കിടന്നുറങ്ങി. നിങ്ങളുടെ കൂടെ ഇപ്പൊ പ്രാർത്ഥിക്കാൻ ആരും ഇല്ലായിരിക്കാം, ഒറ്റയ്ക്കായിരിക്കാം. ഭാരപ്പെടണ്ട, നിങ്ങളുടെ മുഖഭാവം മാറാൻ പോകുകയാണ്. ആത്മാവിന്റെ തേജസ്സിനാൽ നിറയപ്പെട്ട, അഭിഷേകത്തിന്റെ തേജസ്സിനാൽ നിറയപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഈ രാത്രി നിങ്ങളെ കരം പിടിക്കാൻ പോകുകയാണ്. പിതാവേ, ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിനകത്ത് കയറി ചെല്ലുമ്പോ കടക്കാരെ കൊണ്ട് നിവർത്തിയില്ല. അതുകൊണ്ട് എന്താ, അവരെ കൊണ്ട് ഒളിച്ച് തല താഴ്ത്തി കുനിഞ്ഞ് പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയണം. ആത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടത് കൊണ്ട് ശൂന്യതകൾക്ക് പരിഹാരം വരുത്തുകയും കടഭാരങ്ങൾക്ക് നീക്കുപോക്ക് നൽകുകയും നിന്റെ തലദേശത്തിൽ കുനിയാതെ വണ്ണം നിവർത്തിപ്പിടിച്ച് നടക്കേണ്ടതിന് ആത്മികമായും ഭൗതികമായും ഒരുപോലെ സമ്പത്ത് കൊണ്ട് നിറയ്ക്കുന്ന ദൈവത്തെയോ ഈ രാത്രിയിൽ ആരാധിക്കുന്നത്.
വീട്ടിനകത്ത് കയറി ചെല്ലുമ്പോ സമാധാനം ഇല്ല, എന്താണെന്നറിയത്തില്ല. പ്രാർത്ഥിക്കുന്നതിൽ കുറവില്ല, ആരാധിക്കുന്നതിൽ കുറവില്ല, ഉപവസിക്കുന്നതിൽ കുറവില്ല. ഒറ്റയ്ക്കാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരു കൂട്ടം പേർ നിന്നോടൊപ്പം ചേർന്ന് നിൽക്കും സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ. കാരണം നിന്റെ വീട്ടിനകത്ത് നഷ്ടപ്പെട്ട സമാധാനം ഈ രാത്രിയിൽ തമ്പുരാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുക. നിന്റെ വീട്ടിനകത്ത് കുഞ്ഞെ നഷ്ടപ്പെട്ടു പോയില്ലേ സമാധാനം? ഈ രാത്രിയിൽ, ഈ സെക്കൻഡിൽ ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് തിരിച്ചു വരാൻ പോകുമെന്ന് ആത്മാവിനുള്ള പ്രവചനം. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ തന്നെ പരിശുദ്ധന്മാരോട് വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആണ്ടിൽ നിങ്ങൾ ചിലതിനെ മടക്കി വിളിക്കാൻ പോകുകയാണ്. ഈ ആണ്ടിൽ നിങ്ങൾ ചിലതിനെ മടക്കി വിളിക്കാൻ പോകുകയാണ്. നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചില ബിസിനസ് മേഖലകളെ നിങ്ങൾ മടക്കി വിളിക്കാൻ പോകുന്നു. നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചില അനുഗ്രഹങ്ങളെ ഈ രാത്രിയിൽ നിങ്ങൾ തിരിച്ചു വിളിക്കാൻ പോകുന്നു. ഈ രാത്രിയിൽ നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ പലതിനെയും ഈ രാത്രിയിൽ അഭിഷേകം ആത്മാവിലും തിരിച്ചു വിളിക്കുക. ഈ രാത്രി അത് ഇരട്ടി അനുഗ്രഹത്തോടെ തിരിച്ചു വരാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, പക്ഷേ ഈ ആണ്ട് 2020 എന്റെ കഷ്ടതയുടെ വർഷമായിരുന്നില്ലേ? ഈ ആണ്ട് എന്റെ ഞെരുക്കത്തിന്റെ വർഷമായിരുന്നില്ലേ? ഇന്ന് രാത്രി തിരിച്ചറിയുക, ഇതേ ആണ്ടാ കുഞ്ഞെ കഷ്ടതയ്ക്കും അപ്പുറം അനുഗ്രഹമിടാൻ കർത്താവ് മാറ്റിവെച്ച ദിവസങ്ങൾ. വെറും വാക്ക് പറയാൻ കർത്താവ് മനുഷ്യനല്ലെന്ന് തിരിച്ചറിയുക. ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ കൃത്യമായി നിവർത്തിച്ച് കാണിക്കാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവർ മാത്രം അക്കരമടിച്ച് റിസീവ് ചെയ്തോ. ഇന്ന് രാത്രി ചില കുടുംബങ്ങളിൽ അങ്ങനെ ഒരു ചലനം നടക്കുക. അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് അവസാനത്തെ ദൂത് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് എഴുന്നേറ്റ് നിന്നാണ്. അതിന് തൊട്ട് മുമ്പ് ഈ കാര്യം കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. യേശുവിന്റെ മുഖഭാവം ശരിക്കും കണ്ടതിൽ ഭാഗ്യം ലഭിച്ചവരാ ശിഷ്യന്മാർ. ഉറങ്ങിപ്പോയെങ്കിലും അവർ എഴുന്നേറ്റപ്പോ കണ്ടു. എന്ത് കണ്ടു? തേജസ് കണ്ടു. സഹോദരൻ പറ. കാരണമുണ്ട്. ഉറങ്ങി ആണെങ്കിലും ദൈവ സാന്നിധ്യത്തിൽ മടുപ്പ് കൂടാതെ ക്രിസ്തു വിളിച്ചപ്പം കൂടെ പോയി. ഹലോ, യാത്രകളുടെ ക്ഷീണം അവർക്കുണ്ട്. കൂടെ നടക്കുന്നവർക്കല്ലേ അറിയാം യാത്ര ചെയ്യുന്നതിന്റെ ക്ഷീണം. സഹോദരൻ പറഞ്ഞു, കുറ്റം പറയുന്നവൻ എന്നും പറയാം, യാത്ര ചെയ്യുന്നവനെ അറിയത്തുള്ളൂ അതിന്റെ ക്ഷീണം എന്തെന്ന്, അല്ലേ? സുഴ ചെയ്യുന്നവർക്കേ അറിയത്തുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. സഹോദരൻ, പറയുന്നവർക്ക് എന്തും പറയാം, അല്ലേ? അല്ലേ? ക്ഷീണമുണ്ട്. ആർക്ക്? ശിഷ്യന്മാർക്ക്. അത്രയേറെ ക്ഷീണം ഉണ്ടെങ്കിലും യേശു പ്രാർത്ഥിക്കുന്നത് കൊണ്ട് യേശുവിനോടൊപ്പം കൂടെ പോകാൻ ഉത്സാഹം കാണിച്ചവർ അവർ കണ്ടു തേജസ്. എത്ര ക്ഷീണം ഉണ്ടായാലും എത്ര ഭാരം ഉണ്ടായാലും കർത്താവ് വിളിച്ച കൂടെ പോകാൻ തയ്യാറായിട്ടുള്ള, സാന്നിധ്യത്തിൽ അടുത്ത് നിൽക്കാൻ തയ്യാറായിട്ടുള്ള ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുകയാ. ആർക്കും നൽകിയിട്ടില്ലാത്ത ചില വെളിപ്പാടുകൾ, ദർശനങ്ങൾ ഈ നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് വേണ്ടി തരാം. ഞാൻ ഈ പറയുമ്പോൾ തന്നെ ഒരു മഹത്വം ഇറങ്ങി തുടങ്ങി ഇതിനകത്ത്. എനിക്കറിയാം, വിശ്വസ്തരായി ദൈവം പറയുമ്പോ കൂടെ ചെല്ലാൻ, പിറുപിറുപ്പില്ലാതെ കൂടെ ചെല്ലാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയണം, നീ വെറുതെ കയറി ചെല്ലുകയല്ല കുഞ്ഞ്. നീ കാണാൻ പോകുന്നത് കർത്താവിന്റെ തേജസ്കരണമാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ മഹത്വകരമായ തേജസ്കരണം കാണാൻ
പോവുകയാണ്, ശിഷ്യന്മാർ പിറകെ പോവുകയാണ്. പിറകെ പോയവർക്ക് അറിയത്തില്ല അപ്പോഴും പ്രാർത്ഥിക്കാനാ പോകുന്നേ, കാണാൻ പോകുന്നത് മഹത്വമാണ്. തിരിച്ചറിവില്ലാതാണെങ്കിലും ദൈവ സാന്നിധ്യത്തിൽ വന്ന് വിടുതൽ ലഭിക്കത്തില്ല എന്ന ചിന്ത അകത്തുണ്ടെങ്കിലും വിടുതൽ ലഭിക്കണം എന്ന ആഗ്രഹത്തോടെ ദൈവാലയത്തിൽ വന്ന് കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയണം, നിങ്ങൾ കണ്ട മഹത്വം ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിനകത്ത് കെട്ടുകൾ പൊട്ടിക്കത്തക്ക വിധത്തിൽ മതിയായ മഹത്വം അത്രേ. അനേകം ഡിഗ്രികളുള്ളവർ, അനേകം കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തവർ, അനേകം ഉന്നത ജോലികളിൽ ഇരിക്കുന്നവർ കൂടെ ചെല്ലാൻ മടിച്ചു നിൽക്കുമ്പോ, സ്റ്റാൻഡേർഡ് നിമിത്തം മടിച്ചു നിൽക്കുമ്പോ, സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറയുന്ന സാധാരണക്കാരുടെ ഇടയിൽ ഈ അഭിഷേകം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയണം, ആരും കണ്ടിട്ടില്ലാത്ത ചില ദർശനങ്ങൾ. കാഞ്ഞിരംകുളം എന്ന ദേശത്തിൽ ദൈവത്തിന് ഈ സഭയ്ക്കകത്ത് ചിലരോടെങ്കിലും കരുണ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തേജസ്കരണം നീ കാണാൻ പോകുകയാണ്. ഇന്ന് രാത്രി നിന്റെ സങ്കടങ്ങൾക്കും അപ്പുറം ഈ ദൂതനോടൊപ്പം കൂടെ ഉണ്ടോ? നിങ്ങള് ഈ ദൂതനോടൊപ്പം കൂടെ ഉണ്ടോ? ഇന്ന് രാത്രി കുഞ്ഞെ, ആമേൻ, അമ്മേ, ഇന്ന് രാത്രി നിങ്ങൾ കരഞ്ഞില്ലേ? കരച്ചിൽ അത് കർത്താവ് കാണാഞ്ഞിട്ടല്ല നിങ്ങളെ കൂടെ കൂട്ടിയത്. നിങ്ങളെ കൂടെ കൂട്ടിയതിന് ഉദ്ദേശമുണ്ട്. ആമേൻ. നിന്റെ കണ്ണുനീർ നീ പോലും മറക്കും. അങ്ങനെ ഒരു സന്തോഷത്തിന്റെ തേജസ്കരണം ചിലരൊക്കെ മറന്നു കളഞ്ഞ ഒരു അഭിഷേകമുണ്ട്. പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് കാത്തിരുന്ന് സ്വീകരിച്ചതാ. പക്ഷെ സ്വീകരിച്ച ആളെ ദൈവം ഇച്ചിരി ഉയർത്തിയപ്പോൾ, പ്ലാറ്റ്ഫോം കൊടുക്കാൻ തുടങ്ങിയപ്പോ, ഉയർന്ന ജോലി കൊടുത്തപ്പോ, സിംഹാസനം കൊടുത്തപ്പോ മറന്നുപോയ ഒരു അഭിഷേകമുണ്ട്. ഉയർത്തിയ അഭിഷേകം, വലുതാക്കിയ അഭിഷേകം. അവർ മറന്നു കളഞ്ഞ അഭിഷേകം നിന്റെ അകത്ത് ഇപ്പോഴും ജ്വലിക്കുന്നുണ്ടെങ്കിൽ, നീ സാധാരണക്കാരനായി ഇപ്പൊ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ ഉന്നതികളെ എത്തിക്കുന്ന അഭിഷേകമാ. ആഗ്രഹിക്കുന്ന രാത്രി കർത്താവേ, ഈ തേജസ്കരണം ഒന്ന് കാണാൻ, അങ്ങയുടെ ആ മുഖഭാവം ഒന്ന് കാണാൻ ഞാൻ ഈ രാത്രി ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഒരു മിനിറ്റ് ഒന്ന് കിട്ടിയോ? അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കർത്താവ് നമ്മളെ കയറ്റിവിടുക. ഹല്ലേലൂയ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നമ്മളെ കർത്താവ് കയറ്റിവിടുക. ഇന്ന് രാത്രി അത് സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടോ? എന്റെ മുമ്പിൽ സമയമുണ്ട്. ആരാധിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് സമയം തരാൻ പോകുന്നു. ആരാധിക്കാൻ വേണ്ടി സമയം തരാൻ പോകുക. വചന ശുശ്രൂഷ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വചന ശുശ്രൂഷ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ആരാധനയ്ക്ക് വേണ്ടി സമയം തരുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ബലം പിടിക്കുന്നവന്റെ അകത്ത് ഈ തീ കത്തണമെന്നില്ല. മസിൽ പവർ കാണിക്കേണ്ടതല്ല അഭിഷേകം. ആണോ? 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 അല്ല. മസിൽ പവർ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ അഭിഷേകം തന്റെ വഴിക്ക് പോയിട്ടുണ്ട്. ഹലോ, പഴയ നിയമത്തിൽ വന്നും പോയാണ് അഭിഷേകം നിന്നെങ്കിലും മസിൽ പവർ ഒന്നും കാണിക്കാതെ
ഉന്നത ഒരു അഹംഭാവം ഒന്നും കാണിക്കാതെ രാജാവിന്റെ കസാരയിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് രട്ടുടുത്ത് താഴ്ന്നിറങ്ങി വന്ന് എന്താ പറയാ, ദൈവത്തിന്റെ പെട്ടകത്തിന്റെ മുമ്പിൽ അന്ന് ഒന്ന് നൃത്തം ചെയ്ത് തുള്ളിച്ചാടി ആരാധിച്ചൊരു ദാവീദുണ്ട്. ആ ദാവീദിനെ ദൈവം അനുഗ്രഹിക്കാൻ മറന്നില്ല പ്രിയരെ. അതുകൊണ്ട് ഉന്നതികളിൽ എത്തിയാലും താഴ്മ ധരിച്ച് കർത്താവിനെ ആരാധിക്കാൻ തയ്യാറാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ അനുഗ്രഹത്തിന് ഒരു മുട്ടും വരാതെ, നിന്റെ ജീവിതത്തിൽ ഒരു കാലത്തും കടക്കാർ നിന്നെ ബുദ്ധിമുട്ടിക്കാതെ, നിന്റെ ജീവിതത്തിൽ ഒരു കാലത്തും നീ കണ്ണുനീരോടെ കരഞ്ഞു കരഞ്ഞു നടക്കാതിരിക്കേണ്ടതിന് കർത്താവ് നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ഒരു രാത്രിയാണ് ഈ രാത്രി എന്ന് പ്രവചന ദൂത് ദൈവമക്കൾക്ക് വേണ്ടി കൈമാറിയാൽ അതിനെ സ്വീകരിക്കാൻ ഈ രാത്രിയിൽ എത്ര പേര് രംഗത്തുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, അവസാനത്തെ ദൂത് നമ്മൾ കേൾക്കാൻ പോകുന്നത് എഴുന്നേറ്റ് നിന്ന. തയ്യാറാണോ? തയ്യാറാണോ? എങ്കിൽ ഒന്ന് എഴുന്നേറ്റോ. നിങ്ങൾ ബൈബിളെല്ലാം അടച്ചോ, കുഴപ്പമില്ല, ഞാൻ ബൈബിൾ തുറന്നിട്ടുണ്ട്. ബൈബിളെല്ലാം അടച്ചോ, പ്രാർത്ഥിക്കാം. അവസാനത്തെ ക്രിസ്തുവിന്റെ ഭാവം ഒന്ന് ദാസരൂപം എടുത്തു, രണ്ടുപേർ മനുഷ്യരായി പിണങ്ങി. ക്രൂശിലെ മരണത്തോളം പിതാവ് തന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ അനുസരണമുള്ളവനായിരുന്നു. 3 കാര്യം. ഈ 3 കാര്യങ്ങളും കർത്താവ് ചെയ്തത് കൊണ്ട് അടുത്ത ഭാഗം പറഞ്ഞിരിക്കുന്നത് എന്താ? 10-ാം വാക്യം വായിക്കുന്നു. 10-ാം വാക്യം. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ, എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണേ, നിങ്ങളുടെ വിടുതലിന്റെ, ഞാൻ നിങ്ങളുടെ തലയിൽ കൈവച്ചില്ലേലും സംഭവിക്കുന്ന വിടുതലിന്റെ ദൂത വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. വായിക്കുക. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും നാവും യേശു കർത്താവ് പിതാവെന്ന് ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരും. എന്താ ഞാൻ വായിച്ചത്? ജീസസ് നെയിം ഈസ് above all names. എല്ലാ നാമത്തെക്കാൾ മേലായ നാമം യേശുവിന്റെ നാമമാകൊണ്ട് ഈ രാത്രിയിൽ ചില കുടുംബങ്ങളിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കാൻ പോകുന്നു. ഈ രാത്രിയിൽ അത്ഭുതകരമായ വിടുതലുകൾ ഈ രാത്രി ചില കുടുംബങ്ങളിൽ നടക്കാൻ പോകുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ വായിച്ച ഭാഗത്തിൽ ഒരു പ്രധാന ദൂത് കേട്ടു. ക്രിസ്തുവിന്റെ മനോഭാവം തന്നെ പറഞ്ഞേ നമ്മളിലുണ്ടായിരിക്കട്ടെ, നമ്മളിലുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പോകും. ഇനി ഞാൻ കൂട്ടിച്ചേർക്കുന്നു, ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ ക്രിസ്തുവിന്റെ അഭിഷേകവും നമ്മളിലുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ ക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതവും നമ്മളിലുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ ക്രിസ്തുവിന്റെ അധികാരങ്ങളും നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ ക്രിസ്തു ചെയ്ത സകല ദൈവ പ്രവർത്തികളും നമ്മളിൽ കൂടി വെളിപ്പെട്ടു വരട്ടെ. ഈ രാത്രി അതിനുള്ള അഭിഷേകം ഇന്ന് രാത്രി ചിലരുടെ മേലെ ചലിക്കും. എനിക്കറിയാം, പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരാത്മചലനത്തിന്റെ ആഴത്തിൽ പരിശുദ്ധ ആത്മാവ് ചിലരെ ഉറപ്പിച്ചു നിർത്തും. കണ്ണടച്ചോ, എല്ലാ കണ്ണുകളും അടച്ചോ. ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ക്രിസ്തുവിന്റെ മനോഭാവം ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ഞാൻ പ്രസംഗത്തിനിടയിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. കൃപ ആഗ്രഹിക്കുന്നവർ, അഭിഷേകം ആഗ്രഹിക്കുന്നവർ തന്നെത്താനെ താഴ്ത്തിക്കൊള്ളണം. താഴ്ന്ന ആ പ്രദേശത്ത് വെള്ളം അധികം കെട്ടുന്നത്
പോലെ താഴ്ന്ന അവസ്ഥയ്ക്കകത്ത് അഭിഷേകത്തിന്റെ ചലനം അത് വളരെ അധികം വേഗത്തിൽ സംഭവിക്കുന്നു. പെട്ടെന്ന് തന്നെ ആത്മീയ കൃപകളാൽ നിറയുകയാണ്. ഇന്ന് രാത്രിയിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു അഭിഷേകത്തിന്റെ ആഴത്തിലേക്ക് ദൈവജനത്തിൽ ചിലരെങ്കിലും വീഴപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കരമടിച്ച് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്തു. കരമടിച്ച് ഇന്ന് രാത്രി ചിലരെ ഏൽപ്പിച്ചു കൊടുത്തു. അഭിഷേകത്തിന്റെ തീ ഇന്ന് രാത്രി ചലിക്കുകയാണ്. കരമടിച്ച് എല്ലാ കരങ്ങളും ചേർത്തടിച്ച് അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു. അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദൂതന്മാരും അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ. അഭിഷേകത്തോടെ അഭിഷേകത്തോടെ അധികാരത്തോടെ ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു. അഭിഷേകം കരമടിച്ച കർത്താവ് റിസീവ് ചെയ്തോ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു തേജസ്കരണം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ഒരു മുഖഭാവം മാറിയ ഒരു വ്യക്തിയെ പോലെ മടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അഭിഷേകത്തിന്റെ ഒരു ചലനം ഇന്ന് രാത്രി ചില കുടുംബങ്ങളിൽ ചലിക്കേണ്ടതിന് ആദ്യം നിന്നിൽ കൂടി അഭിഷേകം ചലിക്കുകയാണ്. ഒരു തലമുറ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു പൗലോസായി ഞാൻ മാറട്ടെ. രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ. ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ. രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ ഒരു പൗലോസായി രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ. ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ ക്രിസ്തുവിന്റെ വെളിപ്പാട് അകത്ത് പ്രാപിച്ച പൗലോസ് ആത്മാവിൽ പട്ടണങ്ങളിൽ ചലിച്ചപ്പോൾ ഭയങ്കരമായ ഉണർവുകൾ സംഭവിച്ചതുപോലെ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ചലനത്തിൽ ഉണർവുകൾ ആരംഭം കുറിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് അഭിഷേകം അഭിഷേകത്തോടെ അധികാരത്തോടെ
ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദേശങ്ങൾ പിടിച്ചെടുക്കും, രാജ്യങ്ങൾ പിടിച്ചെടുക്കും, ദേശങ്ങൾ പിടിച്ചെടുക്കും. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ഒരു പൗലോസായി ഞാൻ മാറട്ടെ. ചലനം സംഭവിക്കുക ഈ രാത്രിയിൽ. ചിലതിന്റെ അകത്ത് ആത്മാവിന്റെ ചലനം സംഭവിച്ചു തുടങ്ങി. ഈ രാത്രി പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരാത്മചലനം. ചേർന്ന് താല്പര്യപ്പെട്ടെങ്കിൽ ആരാധിച്ചോ, ചേർന്ന് ആരാധിക്കണമെങ്കിൽ ആരാധിച്ചോ. അഭിഷേകത്തോടെ രാത്രി, അഭിഷേകത്തോടെ ഒരു തലമുറയെ ഈ രാത്രി പരിശുദ്ധന്മ എഴുന്നേൽപ്പിക്കും. ആർക്കും തകർത്ത് കളയാൻ പറ്റാത്ത, ആർക്കും ആത്മീയതയിൽ ഒതുക്കി കളയാൻ പറ്റാത്ത ഒരു തലമുറ. ചലിക്കട്ടെ 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 ചലിക്കട്ടെ. ആ കണ്ണിൽ നടത്തും രാത്രി പ്രാർത്ഥിക്കും.
ദൈവത്തിന്റെ ആത്മാവിനെ എടുത്തറിയുകയോ തീയുടെ അഭിഷേകം പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരാത്മ ഇപ്പോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ഞാൻ രാത്രി ദൂത് കൈമാറാം. ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിലും ആരംഭിക്കാൻ പോകുന്നു. ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിലും. യേശു 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 സക്കായിയുടെ വീട്ടിനകത്ത് കയറി ചെന്നപ്പോ സക്കായിയുടെ അഡ്രസ്സിന് മാറ്റം വന്നെങ്കിൽ നിന്നെ കുറിച്ചുള്ള വർത്തമാനം അപവാദം പറഞ്ഞു വരുത്തിയ ഇടത്ത് നിന്റെ നല്ല പേര് പറയത്തക്ക വിധത്തിൽ യേശു നിന്റെ കുടുംബത്തിനകത്ത് കയറി വരികയോ. നിന്റെ തലമുറ കൊള്ളത്തില്ല, നീ ഗുണം പിടിക്കത്തില്ല എന്നൊക്കെ ആരാണ്ട പറഞ്ഞില്ലേ? ഇന്ന് രാത്രി അതേ പട്ടണത്തിൽ നിന്റെ തല ഉയർത്തേണ്ടതിന് യേശു ഈ രാത്രി നിന്റെ കുടുംബത്തിനകത്ത് മുൻവിധിയെഴുത്തുകളെ കൊടുക്കുക ദൈവം. നിന്റെ മുമ്പിൽ സങ്കല്പങ്ങൾക്കകത്ത് ഒതുങ്ങിയിരുന്ന ക്രിസ്തു സങ്കല്പങ്ങളെ പൊളിച്ച് പരിധികളെ പൊളിച്ച് ക്രിസ്തു ആരാണെന്ന ശരിയായ വെളിപ്പാട് അകത്ത് കൈമാറി സഭയുടെ അടുത്ത വളർച്ച. സഭയ്ക്കകത്തെ രോഗശാന്തിയോ സഭയ്ക്കകത്തെ ഭൂതശാന്തിയോ സഭയ്ക്കകത്തെ വിടുതൽ ശുശ്രൂഷകളോ കൊണ്ട് മാത്രം ക്രിസ്തു ഒതുങ്ങത്തില്ല കേട്ടോ. സഭയ്ക്കകത്ത് നിന്ന് നിന്റെ കുടുംബങ്ങളിൽ ചലിച്ച്, നിന്റെ പട്ടണത്തിൽ ചലിച്ചത്, ഇന്ത്യയിൽ ചലിച്ച് ലോക രാജ്യങ്ങളിൽ ആ ക്രിസ്തു ചലിക്കാൻ പോവുക. ഈ കരഞ്ഞ കണ്ണുനീരിന്റെ മറുപടി ഈ ആണ്ടിൽ നിന്റെ കയ്യിൽ പിടിച്ച, കഴിഞ്ഞ പകലിൽ ഞാൻ സംസാരിച്ച ദൂത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. വാഗ്ദത്തം കാണാൻ വേണ്ടി നീ ഇതിനകത്ത് കയറിയവരായി മാറരുത്. വാഗ്ദത്തം കയ്യിൽ പിടിക്കാൻ, വാഗ്ദത്തത്തെ കയ്യിൽ പിടിക്കാൻ തയ്യാറാണോ? ഈ രാത്രി വാഗ്ദത്തത്തെ കയ്യിൽ പിടിക്കേണ്ട അഭിഷേകം ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. ദൈവദാസനെ കുടുംബത്തെയും അനുഗ്രഹിക്കുക. ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിച്ച അഭിഷേകത്തിന്റെ വർധനവ് വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കും. പിടിച്ചു നിർത്താൻ കഴിയാത്ത ലെവലിൽ പരിശുദ്ധാത്മാവ് വളർച്ചയ്ക്ക് തറക്കല്ലിട്ടതായി സ്തോത്രം. യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലുകളും യേശു എന്ന നാമത്തിന്റെ മുമ്പിൽ മടങ്ങുമെന്ന് ഞങ്ങൾ കേട്ടു, വായിച്ചു. ആ വാക്യം ചൊല്ലി ഈ രാത്രി ദൈവമക്കളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ശരീരത്തിൽ പേർ പറഞ്ഞ ഏറ്റവും വലിയ നാമമായിരുന്ന രോഗക്കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടിമാറിയതിനായി, ഇവരുടെ വീട്ടിൽ പറഞ്ഞ പെരുപ്പിച്ചു കേട്ട ആ നാമം കടഭാരമാണെങ്കിൽ അത്
കെട്ട് പൊട്ടി മാറട്ടെ. ഈ രാത്രി ഏത് വലിയ നാമത്തെക്കാളും ശക്തിയുള്ള ക്രിസ്തുവിന്റെ നാമം ഇവരുടെ പ്രശ്നത്തിന് പരിഹാരമായി ഈ രാത്രി വെളിപ്പെട്ടതായി സ്തോത്രം. കർത്താവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിന് മഹത്വം. കഴിഞ്ഞ പകലിലും രാത്രിയിലും ശുശ്രൂഷിക്കാൻ എനിക്കൊരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ അഭിഷേകത്തിനും കുടുംബത്തിനും ദൈവസഭയ്ക്കുമുള്ളൂ നന്ദി ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ഈശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ്, അനുഗ്രഹമേറിയ നല്ല കർത്താവ്, രാത്രി സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ രാത്രികാലം കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഇതുവരെയും ആയിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് രാത്രികാലം വെളിപ്പെട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പുതിയ കൃപകളെ ദൈവം നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അധികം നന്മകളാൽ എന്റെ ദൈവം നിറച്ച കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്ത് ശുശ്രൂഷിച്ച പ്രിയ അഭിഷേകനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തിയതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ഇനി തന്റെ ശുശ്രൂഷകളെ ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി അനേകമായി ഓടുവാൻ ദൈവം ഈ നാളുകളിൽ ഉപയോഗിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാ നല്ല നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രത്യേകം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒന്നുകൂടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവം ഇന്ന് രാത്രികാലം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, പ്രത്യേക ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒന്നുകൂടെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ആവശ്യങ്ങളുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികളും എല്ലാവർക്കും ഒരു വിടുതലായി തീർന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവിന്റെ വലിയ സാന്നിധ്യം തുടർന്നുള്ള ഓരോ ദിവസങ്ങളിൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. സകലവും പ്രാർത്ഥിച്ചു ദൈവാങ്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. വിശ്വസിക്കുന്ന ആശീർവാദം കൈക്കൊള്ളാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഇപ്പോഴും ചോദിച്ച എല്ലാ കാര്യങ്ങളോട് കാലാവസാനത്തോളം വീണ്ടും നാൾ വരെ തലമുറ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകം ഓർക്കുക, നാളെ രാവിലെ 10 മണിക്ക് തന്നെ യോഗം പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടി കടന്നു വന്ന് സഹകരിപ്പാം. ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അതുപോലെ സ്തോത്ര വഴിപാട് നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നവരുണ്ടെങ്കിൽ